നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുമെന്ന ഏറ്റവും നിർണായകമായ വിവരമാണ് കിട്ടുന്നത്. ഈ വർഷത്തെ നാവികസേന ദിനാഘോഷം തിരുവനന്തപുരത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനിടയിൽ അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. പ്രധാന വേദിയായ ശംഖുമുഖത്ത് ഡിസംബർ 4 നടക്കുന്ന ആഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകുന്നത്. ആഘോഷത്തിന് സൗകര്യമൊരുക്കാൻ 14 കോടി രൂപ ചെലവിൽ ശംഖുമുഖത്ത് 360 മീറ്റർ കടൽ ഭിത്തി പുതുതായി നിർമ്മിക്കും. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന പേരിൽ കറാച്ചി ഉന്നമിട്ട് നാവികസേന വിജയകരമായി നടത്തിയ ദൗത്യത്തിന്റെ സ്മരണാർത്ഥമാണ് ദിനാഘോഷം. സ്ഥിരമായി ഡൽഹിയിൽ നടത്തിയിരുന്ന ആഘോഷം 2022 മുതലാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. വിശാഖപട്ടണം, മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ്, ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിലേക്കായിരുന്നു മുൻ വർഷങ്ങൾ ദിനാഘോഷം സംഘടിപ്പിച്ചത്. സേനയുടെ ആയുധക്കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും കാഴ്ചവിരുന്നൊരുക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾക്ക് ശംഖുമുഖം വേദിയാകും. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും തിരുവനന്തപുരത്തേക്ക് എത്തും. ആഘോഷത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സേനാ വിമാനങ്ങളുടെ പരിശീലന പറക്കലും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം ശബരിമല വിഷയമൊക്കെ ഇവിടെ ആളിക്കത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി കേരളത്തേക്ക് വരുന്നത് എന്നതും ഏറ്റവും പ്രധാനം. മറ്റൊരു പരിപാടിക്കായിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്ദർശനമൊക്കെ ഏറെ ശ്രദ്ധേയമായി മാറും. എന്തായാലും ശബരിമല വിഷയം അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകുമോ, അതിൽ ആ ഒരു വിഷയം അദ്ദേഹം പരാമർശിക്കുമോ എന്നതടക്കമുള്ള ഒരു ഉറ്റുനോക്കലുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശബരിമല വിഷയം ഇവിടെ ആളിക്കത്തുകയാണ്. സ്വർണം പൊതിഞ്ഞ പാളികൾ 2019 അഴിച്ചെടുത്ത് കൊണ്ടുപോയപ്പോൾ എഴുതിയ മഗസർ മുകളിലെ ഓഫീസുകളിലേക്ക് പോയില്ല എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. മഗസറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാക്കുകയായിരുന്നു ചെയ്തതെന്നും 2019 ജൂലൈ 19, 20 തീയതികളിലായിട്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തതെന്നും സെപ്റ്റംബർ 11 തിരികെ എത്തിച്ച് ശില്പങ്ങളിൽ ചേർത്തു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും സംസാരിക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതുണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള വരവ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.